ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെൻഹാസ് വണ്ടർ ബോക്സ് വിത്ത് മോം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫസ്റ്റ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ബുക്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കുട്ടികളുടെ ഏർലി ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് കോംബോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബുക്സിനെ വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബുക്സിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമുക്ക് 6 months കഴിഞ്ഞ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ബുക്സാണ്. ഏർലി ലേണിംഗ് പ്രൊമോഷൻ ആൻഡ് ഏർലി സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നീ 2 കാര്യങ്ങളിലാണ് ഈ ബുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്കറിയാം, കുട്ടികളുടെ നോളേജിനെ ഏറ്റവും ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ് അവരുടെ ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത്. കാണുന്നതും കേൾക്കുന്നതും ആണ് അവരേറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ. ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള 10 ബുക്കിൻ്റെ ഒരു സെറ്റായിട്ടാണ് മൈ ഫസ്റ്റ് ലൈബ്രറി എന്ന് പറഞ്ഞ ഈ ബുക്ക് വരുന്നത്. വണ്ടർ ബോക്സ് ആണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സാണ് ഫസ്റ്റ് ബുക്കിൽ വരുന്നത്. മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് കളേഴ്സ് എന്നാണ് ആ ബുക്കിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു ബുക്കാണ്. മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും അതിൻ്റെ പേരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ ചെറുപ്പം മുതലേ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്കിലുള്ളത്. എന്നാൽ അത് എന്തൊക്കെയാണ്, അതിനെന്ത് പേരാണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് നെയിമും അതുപോലെ HD ക്ലാരിറ്റിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സുമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും മെമ്മറിയിൽ സേവ് ചെയ്യാനും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതുകൊണ്ട് പറ്റും. അതുപോലെ നമ്മളെപ്പോലുള്ള നോർമലായിട്ടുള്ള ഹൗസ് വൈഫായിട്ടുള്ള മദേഴ്സിനൊക്കെ അൺഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയാത്ത ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും അനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ പേര് ഇതിലുണ്ട്. നെക്സ്റ്റ് ബുക്ക് വന്നിട്ട് വൈൽഡ് ആനിമൽസിൻ്റെ ബുക്കാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് അവരുടെ നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം ക്വാളിറ്റിയാണ്, സെയിം പാറ്റേണിലാണ് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്കിത് പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എന്നെപ്പോലെ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു നല്ല ബുക്കൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെ ബോറടിപ്പിക്കാതെ, അവരെ സ്ട്രെസ് ചെയ്യാതെ, ഫോഴ്സ് ചെയ്യാതെ കുഞ്ഞു കുഞ്ഞു കളികളിലൂടെയൊക്കെ ഈ പിക്ചറിലുള്ള കാര്യങ്ങൾ അവരുടെ മെമ്മറിയിലേക്ക് ആക്റ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കും. മിക്ക സമയത്തും നമ്മൾ കാണുന്നത് പാരൻസ് ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ മറ്റുള്ള ഇലക്ട്രോണിക് മീഡിയാസാണ് കുട്ടികളെ കൂടുതലായിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ, കാർട്ടൂൺ ആയിക്കോട്ടെ, അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനായിക്കോട്ടെ ഒക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക് മീഡിയാസിനെയാണ്. പക്ഷേ ഈ ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി മാജിക്കൽ. കുട്ടികൾക്ക് അവരുടെ റീഡിങ് സ്കില്ലിനെ അല്ലെങ്കിൽ ബുക്കിനോടുള്ളൊരു താല്പര്യത്തിന് അവർക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് ചെറുപ്പം മുതലേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനിമൽസിനെ അവരുടെ പിക്ചറും അവരുടെ പേരും ഈ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ബ്യൂട്ടിഫുള്ളായിട്ട് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് ഈ ബുക്കും ചെയ്തിട്ടുള്ളത്. എല്ലാ ബുക്കിനും സെയിം സൈസ് സെയിം പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിൽ കണ്ടൻറ്റിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അതുപോലെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ബേർഡ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷേപ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിന് സിമിലറൈസ് ചെയ്യുന്ന ഒബ്ജക്റ്റും ഈ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ട്, എയർ, ലാൻഡ്, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ബുക്കിൽ വന്നിട്ടുള്ളത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കാനും പറ്റുന്നതിൻ്റെ കൂടെ തന്നെ KG സെക്ഷൻ മുതൽ ഒരു LP UP സെക്ഷനിലുള്ള കുട്ടികൾക്ക് കാര്യങ്ങൾ റഫ് ചെയ്തെടുക്കാനും അവർക്ക് പുതിയ പുതിയ വൊക്കാബുലറീസ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈ ബുക്ക് യൂസ്ഫുള്ളാണ്.
ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇനിയുള്ള ഈ ബുക്ക് എന്ന് പറയുന്നത്. ഇതിൽ വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ കാണാത്ത ഫോറിനേഴ്സ് യൂസ് ചെയ്യുന്ന വെസ്റ്റേൺ ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്ന കുട്ടികൾക്കായാലും പുതിയ പുതിയ നോളജ് നൽകാൻ ഹെൽപ്പ് ചെയ്യും. കുട്ടികളെക്കാൾ കൂടുതൽ ഇത് കുട്ടികളെ എൻകറേജ് ചെയ്യണം, അവരെ നന്നായിട്ട് പഠിപ്പിക്കണം, അവരുടെ നോളജിനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന പാരൻസിനായിരിക്കും ഈ ബുക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആവുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നോളജിനെ ഇമ്പ്രൂവ് ചെയ്യാനും അവരെ ഡെവലപ്പ് ചെയ്യാനും അവരുള്ള സ്കില്ലിനെ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ ഇതൊരു ടൂളായിട്ട് മാത്രം ഉപയോഗിക്കുക. എല്ലാ കുട്ടികളും ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ളവരായിരിക്കും, ഡിഫറെൻറ്റ് നോളേജ് ആയിരിക്കും, ഡിഫറെൻറ്റ് IQ ലെവലായിരിക്കും. അതൊക്കെ മനസ്സിലായിട്ട് അവരുടെ ഇൻ്റലിജൻസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ എഡ്യൂക്കേഷണൽ ടൂൾസും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. മൊബൈലും ടാബും അതുപോലുള്ള ഇലക്ട്രോണിക് മീഡിയയിൽ നിന്നൊക്കെ കുട്ടികളെ ഒന്ന് മാറ്റി നിർത്താനും അവർക്ക് ബുക്കിനോടുള്ള ഇൻട്രസ്റ്റ് കൂട്ടാനും ഒക്കെ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രൊഫഷണൽ റിവ്യൂ ആയിട്ടൊന്നും ഈ വീഡിയോ കാണരുത്. എനിക്കറിയുന്ന, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.